ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ മെയിൻ ട്രോളിന്റെ ഇര നമ്മുടെ നടൻ ജയറാമാണ്. ജയറാം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കൊടുത്ത ഇന്റർവ്യൂവും നമ്മൾ മലയാളത്തിൽ തന്ന ഒരു ഇന്റർവ്യൂവും തമ്മിലുള്ള ഒരു പൊരുത്തക്കേട്. അവിടെ വേറെ കഥ, ഇവിടെ വേറെ കഥ. ജീവിക്കാനുള്ള ഓരോ തത്രപ്പാടേ. ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ആളുകൾ ഇപ്പം ജയറാമിനെ ട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കിവിടെ പരമസുഖമാണെന്ന് പറയണം. പരമസുഖം. 2020 ரொம்ப இன்ட்ரெஸ்டிங். இது படத்தோட கடைசி ஷாட்ல இப்படி இருக்கணும். ഒരു മാറ്റവും ഇല്ലല്ലോ. இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். என்னன்னா அதோட கிளைமேக்ஸ் ஷூட் பண்ணிருக்கும் போது ஜோஷி சார் தான் டைரக்டர். நீ எങ്ങനെ சுகுப்பிச்சு புகழ்த்தி என்ன சோப்பிடணும் வேண்டாம், அதுக்கு எல்லாருக்கும் அறியாம. ஓகே ஓகே. என்னோட போர்ஷன் ஃபைட்லாம் முடிஞ்சிருச்சு. சரி. கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும் எடுக்கணும். அப்போ அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வரது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. ഇങ്ങനെ കഥ പറഞ്ഞ് ഇഞ്ചഞ്ചായി കൊല്ലുന്നതിന് പകരം നീ എന്നെ ഒറ്റയടിക്കുന്നു കൊല്ലടാ. கரெக்டா தீபாவளி டைம் எங்கள் வீட்டில் சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். இல்லை உனக்கு தீபாவளி பெருசா கடைசியில் எல்லாரும் 5 பேர் நடந்து வருது பெருசா யோசிச்சேன். നന്നായിട്ടുണ്ട് சார் எனக்கு தீபாவளி தான் முக்கியம் அப்படின்னா போனேன். இவங்க 3 பேரும் மட்டும்தான் நடந்து வராங்க. എന്റെ പൊന്നോ എന്തൊരു തള്ളാണോ, തള്ളി തള്ളി മുല്ലപ്പെരിയാർ പൊട്ടി. ലാലേട്ടൻ, സുരേഷ് ഗോപി, മമ്മൂക്ക എല്ലാവരും നടന്നു വരുന്ന ആ ഒരു സീനിനകത്ത് ജയറാം ഇല്ല. അതിന്റെ കാരണത്തെ പറ്റിയാണ് പറഞ്ഞത്. കുറച്ച് നാൾക്ക് മുമ്പ് മലയാളത്തിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ ഇതേ കാര്യം പറയുന്നുണ്ട്. അതൊന്ന് കേൾക്കാം. 2020 പടത്തിൽ വന്ന ക്ലൈമാക്സിൽ വന്ന് സുരേഷ് ഗോപി, ലാലേട്ടൻ എല്ലാവരും നടന്നു വരുന്ന ഒരു സീനുണ്ട്. പക്ഷെ ജയറാമേട്ടൻ മിസ്സിംഗ് ആണ്. അപ്പൊ കേൾവി കേട്ടത് ജയറാമേട്ടൻ അപ്പം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു അന്ന് ഡേറ്റ് അതാണ് ബുക്ക് ചെയ്തത്. അതുകൊണ്ട് അതിന് പോകാൻ വേണ്ടി ഇത് വിട്ടിട്ട് അത് പോയെന്നാണ്. അത് ശരിയാണോ തെറ്റാണോ? സത്യം ശരിയാണ്, ശരിയാണ്. അതിങ്ങനെ ജോഷി സാറിനോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ സീനൊക്കെ കഴിഞ്ഞു, ആ ഫൈറ്റിൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താൽ ഞാൻ പറയുന്നത് സാറ് എടുക്കണം, വൈകുന്നേരത്തോട് എടുക്കാൻ പറഞ്ഞു. അന്ന് അങ്ങനെ പോയി വൈകുന്നേരമായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു സാർ എടുക്കെടുക്കാൻ പറ്റിയത്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അന്നും എടുക്കാൻ പറ്റിയില്ല. തീരുമാനം പിന്നെ എന്റെയാണ് എടുക്കേണ്ടത്. അതിന് പോകണോ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോൾ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ചില്ലും കൂട്ടിലാക്കി മുമ്പിൽ ഒരു നേർച്ചപ്പെട്ടിയും വെച്ച ബാക്കിയുള്ളവന് ചെലവിന് കാശും കിട്ടും. കേരളത്തിലെ ഇന്റർവ്യൂവിൽ ശബരിമലയിൽ പോകണം എന്നും പറഞ്ഞ സെറ്റിൽ നിന്ന് പോയി തമിഴ്നാട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ദീപാവലിക്ക് കുടുംബത്തോടെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോയി. ഈ 2 ഇന്റർവ്യൂവിലും സെയിം ആള്, സെയിം കഥ, പക്ഷെ 2 എണ്ണം. ഇതാണ് ഇപ്പോഴത്തെ മെയിൻ ട്രോൾ സബ്ജക്ട്.